ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീറ്റേഡ് പോയിൻ. അപ്പോൾ ഇത് നിഫ്റ്റി ചാർട്ടാണ്. നിഫ്റ്റി ചാർട്ടിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ പോലെ തന്നെ ഒരു വി ഫോർമേഷൻ വന്നിരിക്കുകയാണ്. ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം, അതായത് നമുക്കിവിടെ കാണാൻ പറ്റും ഒരു സെപ്റ്റംബർ വീക്കിൽ 26,277 ഹൈ പോയിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു 2 ആഴ്ച മുമ്പ് വന്നിരിക്കുന്ന ഹൈ 26,325 വരെ ഹൈ പോയി. അതായത് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം ചെറിയ ഒരു റീട്രേസ്മെൻറ്റ് സംഭവിച്ചിട്ട് ഇപ്പോഴും മാർക്കറ്റിൻ്റെ ട്രെൻഡ് എസ്പെഷ്യലി ലാസ്റ്റ് വീക്കിൽ ഒരു ഡോജി പാറ്റേൺ, അത്യാവശ്യം ബുൾസിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. കമ്പയർഡ് ടു പ്രീവിയസ് വീക്ക്, ലാസ്റ്റ് വീക്ക് നമുക്ക് അത്യാവശ്യം ഒരു ബയേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ചെയ്ത പോലെ കാണാനായിട്ട് പറ്റും. എനിവേ 26,000 സസ്റ്റെയിൻ ചെയ്യാൻ മാർക്കറ്റ് ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ലെവൽ അനുസരിച്ച് ഇപ്പോൾ ലാസ്റ്റ് വീക്കിൻ്റെ ലോ 25,726 ആണ്. അവിടെ നിന്നാണ് 25,966 ക്ലോസിംഗ് സംഭവിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും 25,950 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ചെറിയ ബേർഡൻ ആയിട്ട് തോന്നുന്നത് 26,050 ആണ്. 26,050 സസ്റ്റെയിൻ ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചാൽ എഗെയിൻ ഓൾ ടൈം ഹൈ ഏരിയ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ലാസ്റ്റ് വീക്കിൻ്റെ ലോയായ 26,726, അതായത് 25,726 ആ ഒരു ലെവൽ മിനിമം സസ്റ്റെയിൻ ചെയ്യണം. സോ നെക്സ്റ്റ് വീക്കിലേക്ക് പ്രധാനമായിട്ടും ഞാൻ കാണുന്ന, നെക്സ്റ്റ് ഡേയിലേക്ക് എസ്പെഷ്യലി നാളത്തേക്ക് പ്രധാനമായിട്ടും ഞാൻ കാണുന്ന ഒരു സപ്പോർട്ട് ഏരിയ 26,900, 26,850, 26,725 ഏരിയയാണ്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 26,000 എബവ് സസ്റ്റെയിൻ ചെയ്താൽ 26,050 കൂടി സസ്റ്റെയിൻ ചെയ്യണം. പിന്നെ 26,150 ഏരിയ ആയിരിക്കും ഒരു ചെറിയ റെസിസ്റ്റൻസ് കിട്ടാൻ സാധിക്കുന്ന ലെവൽ. അറ്റ് പ്രസൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി 26,035 ഏകദേശം ഫ്ലാറ്റ് ടു പോസിറ്റീവ് എന്ന രീതിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ ഡാറ്റയിലേക്ക് കിടക്കാം. 1,72,000 OI ചേഞ്ച് വന്നിരിക്കുന്ന 26,000 മേജർ ലെവലാണ്. സോ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 26,000, അതിന് മുകളിൽ 26,100, ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 25,900, അതിന് താഴെയായിട്ട് നമുക്ക് 25,800 ഏരിയ ആണ് സപ്പോർട്ടായിട്ട് തോന്നുന്നത്. സെൻസെക്സിൻ്റെ ചാർട്ടിലേക്ക് കിടക്കുമ്പോൾ സെൻസെക്സ് 84,929 ഡോജി, എക്സാക്ട്ലി ഡോജി പാറ്റേൺ ആണ്. കാരണം ഏകദേശം 84,891 ഓപ്പൺ ചെയ്ത നിഫ്റ്റി, അതായത് ലാസ്റ്റ് വീക്കിൻ്റെ ചാർട്ടാണ്, മൺഡേ ഓപ്പൺ ചെയ്ത നിഫ്റ്റി 84,929 ഏകദേശം അടുത്ത് തന്നെ ക്ലോസ് ചെയ്ത് ഒരു ഡോജി പാറ്റേൺ, എക്സാക്റ്റ് ഡോജി പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. സോ നമുക്കിവിടെ ഡിസിഷൻ പെൻഡിങ് ആണ്. 84,850 ഏരിയ ആദ്യത്തെ ഒരു സപ്പോർട്ടാകുമ്പോൾ 84,500 എന്ന അടുത്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് ലോ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന 84,238, 84,000 സപ്പോർട്ടാകാൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 85,278 ആണ് ഹൈ വന്നിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് 85,200, 85,500, 85 ഒരു ഏകദേശമാണ് 85,800. ഇത് റെസിസ്റ്റൻസ് ആകാനായിട്ട് സാധ്യത കൂടുതലായിട്ടുള്ള ലെവലാണ്. ഇന്ത്യ വിക്സ് 9.52 കൂടുതൽ വൊളാറ്റിലിറ്റി, ഇപ്പോൾ പ്രീമിയം ഒക്കെ വളരെ കുറവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ വിക്സ് മുകളിൽ 12 എബോവ് ആയിട്ട് ഒട്ടും തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിലും സെയിം ലൈക്ക് സെൻസെക്സ് നിഫ്റ്റി നമുക്കിവിടെ ഒരു ഡോജി പാറ്റേൺ 59,053 ഓപ്പൺ ചെയ്ത് 59,069 എക്സാക്റ്റ് ഡോജി പാറ്റേൺ ഫോം ചെയ്തത് കാണാനായിട്ട് പറ്റും. ലാസ്റ്റ് വീക്കിൻ്റെ ലോ 58,712, ലാസ്റ്റ് വീക്കിൻ്റെ ഹൈ 59,533 ആണ്. ഇമ്മീഡിയറ്റ്ലി നമുക്കിവിടെ കാണാൻ പറ്റുന്ന സപ്പോർട്ട് 58,700 ആണ്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മിനിമം ഈ 59,069 നിൽക്കുന്നതുകൊണ്ട് തന്നെ 59,100 ഏരിയ റെസിസ്റ്റൻസ് ആകും. അതിന് മുകളിലാണ് 59,300, 59,500 ഏരിയ റെസിസ്റ്റൻസ് ആകാൻ സാധ്യത ഉള്ളത്.
ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ ഡാറ്റയിലേക്ക് കടക്കാം. മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ 60,000-ലും 58,000-ല് മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയും നമുക്കിവിടെ കാണാൻ പറ്റും. FII-DII ഡാറ്റ ലാസ്റ്റ് 3 ട്രേഡിംഗ് ഡേയ്സിൽ പോസിറ്റീവായിട്ടാണ് FII ഇക്വിറ്റി പർച്ചേസ് നടത്തിയിരിക്കുന്നത്. 19,857 കോടി രൂപയുടെ നെറ്റ് സെയിലാണ് ഇപ്പോൾ FII ഇക്വിറ്റി ഡാറ്റ നിൽക്കുന്നത്. DII ആയിക്കോട്ടെ ഹ്യൂജ് പർച്ചേസിൽ നിൽക്കുന്നു. 5,722 കോടി രൂപയുടെ പർച്ചേസ് ലാസ്റ്റ് ഡേയിൽ നടത്തി. 52,032 കോടി ഡിസംബറിൽ പർച്ചേസിലാണ് നിൽക്കുന്നത്. US ഓയിലിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 55 എന്നൊരു ഏരിയ സപ്പോർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ 56.53 നിൽക്കുന്നത്. 58 ആയിരിക്കും അടുത്ത ഒരു റെസിസ്റ്റൻസ്. സപ്പോർട്ട് $55 നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഗോൾഡിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ച് നിൽക്കുകയാണ്. ഏകദേശം നമുക്ക് ഒക്ടോബറിൻ്റെ ഹൈ $4,381 ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് വീക്കിൻ്റെ ഹൈ നമുക്ക് $4,375 കാണാൻ പറ്റുന്നതാണ്. നിയർലി ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെയാണ് ഗോൾഡ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്കിനെ കുറിച്ച് നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും പറയാമൂടെ. നിഫ്റ്റി ലാസ്റ്റ് വീക്കിൽ 4 ഡേയ്സ് ആണ് നെഗറ്റീവിൽ നിന്നത്. അതിനുശേഷം ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അത്യാവശ്യം ഉയർന്ന് തന്നെ ക്ലോസ് ചെയ്തു. നിഫ്റ്റി തുടർച്ചയായിട്ടുള്ള 3-ാം വീക്കിലും നഷ്ടം നേരിട്ടിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലത്തെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ്റെ പോസിറ്റീവ്നെസ് ആണ് മാർക്കറ്റിൽ ഒരു ഡോജി പാറ്റേൺ ഫോം ചെയ്യാനായിട്ട് സഹായിച്ചത്. പിന്നെ സെക്ടോറിയൽ വൈസ് നോക്കുകയാണെങ്കിൽ റിയാലിറ്റി, ഓട്ടോ, ഹെൽത്ത് കെയർ ഓഹരികളെല്ലാം അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നല്ല പ്രകടനം തന്നെയായിരുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം തുടർച്ചയായിട്ട് 3 സെഷനിലും ഒരു ഇൻക്രീസ് സംഭവിച്ചിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായത്. ഡോളറിനെതിരെ 97 പൈസ കുത്തിനെ ഉയർന്ന് 89.27 എത്തിയത്. നവംബർ 26 ശേഷമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ക്ലോസിംഗ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. കുറച്ച് ന്യൂസിലേക്ക് നമുക്ക് നോക്കാം. അൾട്രാടെക്കിന് ഒരു ടാക്സ് നോട്ടീസ് 782 കോടി രൂപയുടെ ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. അൾട്രാടെക് സിമെന്റിന്റെ 390 കോടി രൂപ നികുതിയും അതിന്റെ പിഴയും പലിശയും നേരിട്ടിട്ടുണ്ട്. സോ അത് അൾട്രാടെക് സിമെന്റിന്റെ സ്റ്റോക്ക് നമ്മൾ അടുത്ത വീക്കിലേക്ക് ശ്രദ്ധിക്കണം. അടുത്ത ദിവസത്തേക്ക് എസ്പെഷ്യലി ടാറ്റ സ്റ്റീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടാറ്റ സ്റ്റീൽ ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ 1,357.94 കോടി നിക്ഷേപിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. റൈറ്റ്സ് ലിമിറ്റഡ് ഓൾറെഡി ന്യൂസിലുള്ള സ്റ്റോക്കാണ്. രാജ്യത്തെ തന്നെ റെയിൽവേ അതുപോലെ ട്രാൻസ്പോർട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അതിൻ്റെ ആധുനികവൽക്കരണത്തിനും വേണ്ടിയിട്ടുള്ള പിന്തുണ സർക്കാരുമായിട്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്നുള്ളൊരു ഇൻഫോർമേഷനാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ടാറ്റ കെമിക്കൽസ് ലിമിറ്റഡ് പ്രീമിയം ഗ്രേഡ് സോഡിയം ബൈകാർബണേറ്റ് നിർമ്മാതാക്കളാണ്. സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള നൊവാബെ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 100% ഓഹരികൾ ഏറ്റെടുക്കുന്നതിനുള്ള ഒരു സമ്മതം അറിയിച്ചതായിട്ട് ഓഹരി വാങ്ങൽ കരാറിൽ ഒപ്പുവെച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഗ്രാനുൾസ് ഇന്ത്യ ലിമിറ്റഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ന്യൂസിലുണ്ട്. ഹൈദരാബാദിലെ തന്നെ ഒരു മാനുഫാക്ചറിങ് പ്രാക്ടീസിൽ അതിൻ്റെ ഒരു പരിശോധനാ കാര്യങ്ങളെല്ലാം വന്നതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഡിസംബർ 15-നും 19-നും ഇടയിൽ നടത്തിയ പരിശോധനയിലാണ് നടപടിക്രമ നിരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ആ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ് ടാറ്റ ഗ്രൂപ്പ് ഹോസ്പിറ്റാലിറ്റി സ്ഥാപനമാണ്. അതിൻ്റെ IHCL താജിലെ ഒരു കുടുംബമായിട്ടുള്ള സംയുക്ത സംരംഭം GVK ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിൽ ഒരു ഷെയർ ഹോൾഡിങ്ങിൻ്റെ ദീർഘകാല മാനേജ്മെൻറ്റ് ക്രമീകരണത്തിലേക്ക് മാറുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഏകദേശം താജ് GVKയിലെ തങ്ങളുടെ 25.2% ഓഹരികൾ മുഴുവൻ GVK ഭൂപാൽ കുടുംബത്തിന് വിൽക്കുമെന്നുള്ളൊരു ഇൻഫർമേഷനാണ്. അത് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം 74.99% ഹോൾഡിങ്ങുമായിട്ട് പ്രൊമോട്ടറായിട്ട് തുടരും എന്നുള്ളൊരു ഡീറ്റെയിൽസ് ഉണ്ട്. IGL സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് കംപ്രസ് ബയോഗ്യാസ് അതായത് CBG പ്ലാന്റുകളും അതുപോലെ ജൈവ ഇന്ധന പദ്ധതികളും വികസിപ്പിക്കുന്നതിനായിട്ട് ഹിന്ദുസ്ഥാൻ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് HWT ആയിട്ട് ഒരു മെർജ് കരാറിൽ ഒപ്പിട്ടു എന്നുള്ളൊരു ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. തുല്യ പങ്കാളിത്തത്തിലായിരിക്കും 50% വീതം കൈവശം വയ്ക്കുന്നു എന്നുള്ളൊരു ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. പിന്നെ ഉള്ളത് അദാനി ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ആണവോർജ്ജ മേഖല സ്വകാര്യ കമ്പനിക്ക് തുറന്നു കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. പിന്നെ ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. അതല്ലാതെ വേദാന്ത റിസോഴ്സസ് ശ്രദ്ധിക്കണം. മാരുതി സുസുക്കി ആയിട്ട് അടുത്ത ദിവസം ന്യൂസ് ഉണ്ട്. സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് എല്ലാം അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകളാണ്. ചാർട്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലും
ഫ്രണ്ട് പേജിലൊക്കെ ആയിരിക്കും. കൈൻഡ്ലി ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഫ്രണ്ട് പേജ് ഓർ ടെലിഗ്രാം. താങ്ക് യു.